ഹായ് ഹലോ വെൽക്കം ബാക്ക്. വെറും 3 ചേരുവ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇനി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കപ്പ വെച്ചിട്ടാണ് ഞാനൊരു പുഡിംഗ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പുഡിംഗ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2 പാക്ക് പാല് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് പാല് മാത്രമായിട്ട് എടുക്കുക, അതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഫുൾ പാലിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ 2 പാക്ക് പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കി മധുരത്തിനായിട്ട് ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊക്കെ ഏകദേശം ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കപ്പയാണ്. അപ്പോൾ നമ്മളിവിടെ കപ്പ പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പ വേണം. കപ്പ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കപ്പയുടെ ഒരു 1/4 ഭാഗത്തോളാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കപ്പ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരു കപ്പ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ കപ്പൊക്കെ ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചൈന ഗ്രാസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തരി പോലെ കാണും. അതുകൊണ്ട് തന്നെ അത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ചൈന ഗ്രാസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഇതുപോലെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ 2 ട്രയലും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ബദാം ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പൊടിച്ചെടുത്ത ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേറെ എന്ത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നല്ല എന്താ പറയുക, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു കപ്പ വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെന്നുള്ള ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് അതുപോലെ തന്നെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.